തന്റെ പൊതു സ്വകാര്യ ജീവിതത്തിലെ ദൃശ്യങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ പാപ്പരാസി രീതികൾക്കെതിരെ കടുത്ത നിയമ നടപടി എന്ന മുന്നറിയിപ്പുമായി പേരാമ്പ്ര MLA ഫാത്തിമ തെഹ്ലിയ. ഔദ്യോഗിക പൊതുപരിപാടികളിൽ മാധ്യമങ്ങളെന്ന വ്യാജേന സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും ക്യാമറയിൽ പകർത്തി തെറ്റിദ്ധാരണാജനകമായ ക്യാപ്ഷനുകളോടെ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതയുടെ ലംഘനമാണ്. മൊബൈൽ ഫോണുകളുമായി നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ വ്യക്തമായ സ്റ്റോക്കിംഗ് ആയി കണക്കാക്കി വരും ദിവസങ്ങളിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ഫാത്തിമ തെഹ്ലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഒരു ക്യാമറയും മൈക്കും ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്ന രീതിയിലേക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അധപ്പതിക്കുന്നുണ്ട്. നമുക്കറിയാം, സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ കണ്ട കാഴ്ചകൾ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും ഈ അശ്ലീല ചുവയുള്ള ക്യാപ്ഷനുകൾ ഇടുന്നു, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുള്ള ചോദ്യങ്ങൾ, അതിലൂടെ കിട്ടുന്ന മറുപടികൾ, അത് സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമാ താരങ്ങളുടെ പിന്നാലെയായിരുന്നു ഇത്രയും നാൾ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയും ഓൺലൈൻ മാധ്യമങ്ങളിൽ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ചും യുവ നേതാക്കൾ, ഫാത്തിമ തെഹ്ലിയെ പോലെ, ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കളുടെ പിന്നാലെ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ സൈക്കിൾ ചവിട്ടുന്നത്, അവർ നടക്കുന്നത്, അവരുടെ ഉദ്ഘാടനങ്ങളൊക്കെ ഈ രീതിയിൽ ആഘോഷിക്കുന്നു. മാത്രമല്ല, അതിനെ ചില ക്യാപ്ഷനുകൾ കൂടി ഈ മോശമായ രീതിയിൽ, തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഫാത്തിമ തെഹ്ലിയ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർക്കെതിരെ കർശനമായ നടപടി ആവശ്യമല്ലേ? ഏത് രീതിയിലുള്ള ഒരു നിയമ നടപടിയെക്കുറിച്ചാണ് ഫാത്തിമ തെഹ്ലിയ ആലോചിക്കുന്നത്? അനീഷ്. ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരമൊരു പ്രവണത കേരളത്തിൽ ഉയർന്നു വരികയാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള ഒരു പ്രവണതയാണെങ്കിൽ പോലും കേരളത്തിൽ വളരെ മോശകരമായ രീതിയിലേക്ക് ഇത്തരം ഈ പാപ്പരാസി ജേർണലിസം എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഇത് സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് പേജുകളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളോ അങ്ങനെയൊക്കെ ഒരു തരത്തിലും ഇതൊരു മാധ്യമം എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. പലപ്പോഴും ആദ്യമൊക്കെ ഈ നടിമാരുടെ ദൃശ്യങ്ങളൊക്കെയാണ്, നേരത്തെ ടോം പറഞ്ഞതുപോലെ, ഒരു വെറുതെ വഴിയിൽ കൂടെ നടന്നു പോകുന്നത് കണ്ടാൽ ഈ നടി സ്വന്തം കാല് വെച്ച് നടന്നു പോകുന്നത് കണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ അത്തരം പ്രയോഗങ്ങളൊക്കെ ഇട്ടായിരിക്കും പലപ്പോഴും ഈ ഹെഡിങ്ങുകളും തമ്പനെയിലുകളും ഒക്കെ ഉൾപ്പെടുത്തുക. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇതിപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒപ്പം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പോലും നീങ്ങിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ വല്ല ചടങ്ങുകളിലൊക്കെ പങ്കെടുത്താൽ പിന്നീട് അവരുടെ ക്ലോസപ്പും വൈഡും ഒക്കെ ഷോട്ടുകളായി പലതരത്തിലുള്ള മ്യൂസിക്കൊക്കെ ചേർത്ത് BGM ഒക്കെ ചേർത്ത് ഇടുന്ന ഒരു സാഹചര്യം. ഈ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ ഒരു അല്പം മാറ്റമുണ്ടായിരുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരെ അത്തരത്തിലൊരു ഇതുപോലെ തമ്പനയിൽ ഇനമാക്കി മാറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായി ആ പ്രവണതയും ഏറി വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് പേരാമ്പ്ര MLA ആയ ഫാത്തിമ തെഹ്ലിയയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ തലക്കെട്ട് തന്നെ എൻ്റെ സ്വകാര്യത ലംഘിക്കുന്ന പാപ്പരാസി വീഡിയോ പ്രവർത്തനങ്ങളോട് എന്ന പേരിൽ തന്നെയാണ്. അതായത് ഒരു പാപ്പരാസി പ്രവർത്തനം തന്നെയാണ് നടക്കുന്നതെന്ന ഒരു വ്യക്തമായ സൂചന നൽകിയാണ് അവരിത് പറയുന്നത്. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ദിവസം നിരവധി പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. പേരാമ്പ്ര പോലെയുള്ള ഒരു ഇടത്തു നിന്നുള്ള ജനപ്രതിനിധിയാണ്. അവിടുത്തെ കട ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ എന്നിങ്ങനെയുള്ള സർക്കാർ പരിപാടികൾക്കപ്പുറം ഒരുപാട് ചടങ്ങുകളിൽ പോകുന്നുണ്ട്. ഒരു യുവ MLA ആണ്, ഓടി നടക്കുന്ന പ്രായമാണ്, മറ്റു മുതിർന്ന ആളുകളെ പോലൊന്നുമല്ല, വളരെ പെട്ടെന്ന് ഒരുപാട് ദൂരങ്ങൾ ഓടിത്തീർക്കുന്ന ഒരാൾ കൂടിയാണ് ഫാത്തിമ തെഹ്ലി. അതുകൊണ്ട് ഒരുപാട് ചടങ്ങുകളിൽ ഇതിനായി പോകാറുണ്ട്. അവിടെ ഔദ്യോഗികമായും അനൗദ്യോഗികമായൊക്കെ ഒരുപാട് ആളുകൾ ഇവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചിത്രീകരണങ്ങൾ നടക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിൽ ചിലപ്പോൾ അവർ ഔദ്യോഗികമായി നടത്തുന്ന പരിപാടികളുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകളുണ്ടാവാം, ചെറിയ ചില പ്രവൃത്തികൾ എന്നിവയൊക്കെ ഉണ്ടാവും. ഇതെല്ലാം മറ്റൊരു രീതിയിൽ തമ്പനയിൽ കൊടുത്ത് വളച്ചൊടിച്ച് ഈ സമൂഹ മാധ്യമങ്ങൾ ഇടുകയും അത് സെൻസേഷണലൈസ് ചെയ്യുന്നു എന്നാണ് ഫാത്തിമ പറയുന്നത്. അതുവഴി വലിയ ഒരു റീച്ചും ക്ലിക്കും ഒക്കെയാണ് ഇത്തരം ഈ പേജുകൾ അല്ലെങ്കിൽ ഈ യൂട്യൂബർമാർ ലക്ഷ്യം വയ്ക്കുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം നമുക്ക് ഈ സിനിമാ മേഖലയിലെ പോലെ ഇതൊരു ഈ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾ പോകുന്ന പ്രവണത ഈ അടുത്ത കാലത്ത്, അതായത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് കൂടുതലായി കണ്ടുവരുന്നത്. അത് ഒരു പരിധിവരെയും ഈ നേതാക്കളൊക്കെ അവർക്ക് വളം വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചാണ്ടിയുമ്മൻ, ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള നേതാക്കളുടെ കണ്ടന്റുകൾ വ്യാപകമായി വൈറലാകുന്നുണ്ട്. അവരും ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ആസ്വദിച്ചിട്ടും ഉണ്ടാകാം. കാരണം ഇങ്ങനെ
വൈറലാകുമ്പോൾ, കാരണം ജനങ്ങളുടെ ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളെ എടുക്കുന്നത്, കുട്ടികളുടെ തോളത്ത് കൈയിടുന്നത്, അവരോടൊപ്പം അവരുടെ സെൽഫി എടുക്കുന്നത്, ഇതൊക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അത് ചെറിയ റീലുകളാക്കുമ്പോൾ അത് വല്ലാതെ വൈറലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പരിധിവരെയും ഒരു ഘട്ടത്തിലൊക്കെ ഇവരും ആസ്വദിച്ചിട്ടില്ല. അതല്ലേ വസ്തുത? തീർച്ചയായും ടോം, ഈ സിനിമാ മേഖലയിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ, അതും ശരീരഭാഗങ്ങളും കാലിൻ്റെ ഭാഗങ്ങളും ഒക്കെ ചിത്രീകരിച്ചാണ് പലപ്പോഴും ചില പ്രത്യേക പേരുകളുള്ള പേജുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത്. അത്തരം കാര്യങ്ങൾക്കെതിരെ വളരെ കുറച്ച് നടിമാർ അല്ലെങ്കിൽ നടന്മാർ മാത്രമാണ് പ്രതികരിക്കുന്നത്. മറ്റുള്ളവർ പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചാലാണ് നമുക്ക് കണ്ടെത്തുക. പലപ്പോഴും ഈ പല ഇത്തരം ഈ പാപ്പരാസി സൈറ്റുകളെയും അല്ലെങ്കിൽ പാപ്പരാസി പേജുകളെയും സ്വന്തം ഓൺലൈൻ പ്രൊമോഷനായി പണം കൊടുത്താണ് പല നടീനടന്മാരും വിനിയോഗിച്ചതെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഇടപ്പള്ളി തിയേറ്ററിലെത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിങ്ങിനായി ഒരാൾ പോകുമ്പോൾ, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഒരാൾ വിമാനം ഇറങ്ങാനോ കയറാനോ പോകുമ്പോൾ എങ്ങനെ ഈ ഓൺലൈൻ ജേർണലിസ്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാപ്പരാസികൾ അറിയുന്നു എന്നതാണ്. വളരെ അത്ഭുതം നടിച്ച് അവരോട് സംസാരിക്കുകയും ആ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം നടന്മാർ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എങ്ങനെ ഇവർ പിന്തുടർന്നു പോകുമെന്ന ചോദ്യം ഒരുപാട് നാളുകളായി ഉയരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഈ ഏജൻസികൾ തന്നെ ഈ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെയാണ് അവർക്ക് വൈറലാകാൻ വേണ്ടി ഇവരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത്തരം പ്രവണതകൾ വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇത് ഈ സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങിൽ നടന്ന സംഭവം അത് എത്രത്തോളം ആ കുടുംബത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ വേദനിപ്പിച്ചു വന്നു. പക്ഷെ അതിനുശേഷം നിങ്ങൾ കോഴിക്കോട്ടെ ദൃശ്യ മാധ്യമ പ്രവർത്തകർ കാട്ടിയ ആ ഒരു പുതിയൊരു പ്രവണത അത് മാതൃകാപരമാണ്. എനിക്ക് തോന്നുന്നു അത് കേരളത്തിലെമ്പാടും നടപ്പാക്കേണ്ടതാണ്. കാരണം മാധ്യമങ്ങളെന്ന വ്യാജേനയാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ കടന്നുകൂടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ പോലും വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് വാർത്താ സമ്മേളനം. പക്ഷേ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നതിൻ്റെ പേരിൽ അത് ദുരുപയോഗം ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇവർക്കെതിരെ ഒരു കടുത്ത നടപടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു നടപടി ആവശ്യമില്ല. അതല്ലെങ്കിൽ ഭാവിയിൽ ഇത് മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു കളങ്കമാകില്ലേ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇതുപോലുള്ള പേക്കൂത്തുകൾ? തീർച്ചയായും അത്തൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി പരിശോധിച്ചാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പല രാഷ്ട്രീയ നേതാക്കളുടെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഒപ്പം സ്വന്തമായി ക്യാമറമാൻമാരെ അല്ലെങ്കിൽ ഈ മൊബൈലിലൊക്കെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ആളുകളെ ഏർപ്പെടുത്തുകയും അവർ ഓരോ ദിവസവും റീലുകൾ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം വേണമെങ്കിൽ നമുക്കിപ്പോഴും വിശ്വസിക്കാം. കാരണം ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പോലും പൂക്കിയായി മാറ്റുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് ആര് എന്നതും ആ ചോദ്യം ചോദിച്ച ആളുകളെ പറ്റിയുള്ള ദൃശ്യങ്ങൾ വരികയും അവിടെ തിരയുമ്പോഴാണ് ഔദ്യോഗികമായ ഒരു മാധ്യമത്തിൻ്റെ ആളല്ല, അല്ലെങ്കിൽ PRD അംഗീകരിച്ച ഒരു പത്രസ്ഥാപനമല്ല. ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ ഇടം പിടിക്കുന്നു? ഈ ഇത്തരം ആളുകൾ എങ്ങനെ ഈ വലിയ മന്ത്രിമാരുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ഔദ്യോഗിക പ്രചാരകരായി മാറുന്നു, അല്ലെങ്കിൽ അവരുടെ PR ഏജൻസികളുടെ ആളുകളായി മാറുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ കൊണ്ടെത്തുന്നത് പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ഒരു ഇടങ്ങളാണ് നമ്മുടെ ഈ ജോലി ഇടങ്ങൾ. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ലെങ്കിൽ പ്രമുഖരായ ഏതെങ്കിലും നേതാക്കളുടെയോ നമ്മൾ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സലീം കുമാറിൻ്റെ വീട്ടിലെ പോലുള്ള ഒരു ദുഃഖകരമായ സംഭവം നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ആ ഒരു ആളുകളുടെ കൂട്ടത്തിലേക്കാണ് ഇവരും ഇടിച്ചു കയറുന്നത്. അവിടെ പിന്നീട് മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ബഹളവും തിക്കും തിരക്കുമൊക്കെയായി മാറുകയും പലപ്പോഴും ഇത് മാധ്യമപ്രവർത്തകരാണ് ചെയ്യുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ചില പ്രൊമോഷനുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനിമ സംബന്ധിയായ പത്രസമ്മേളനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ ഇരിക്കുന്നതിൽ ഏറിയ പങ്കും ഇത്തരം ഈ ഓൺലൈനായി കൈകാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബ് പേജുകളുടെയും ഫേസ്ബുക്ക് പേജുകളുടെയും ആളുകളാണ്. ഇവരൊക്കെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പിന്നീട് ട്രോളുകളായും റീലുകളുമായൊക്കെ വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങളാണ്, ചോദ്യം ചോദിക്കുന്നവർ എല്ലാ മാധ്യമപ്രവർത്തകരാണെന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് കോഴിക്കോട് ഒരു പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. കാരണം ഈ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ചുറ്റും ഇടിച്ച് തള്ളി എടുക്കുമ്പോഴാണ് പലപ്പോഴും ഇവരും ഇതിലേക്ക് ഇടിച്ചു
വലിച്ചു കയറുകയും പലരുടെയും മൈക്കൊക്കെ പോലും ഇത് കൈകാര്യം ചെയ്യാൻ പോലും അറിയാത്ത ആളുകളാവും വരുന്നവർ ഈ മന്ത്രിമാരുടെയോ ആയാലും നേതാക്കളുടെയൊക്കെ മുഖത്തേക്ക് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ മോശകരമായ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു മാർഗം ആലോചിക്കുകയും കൃത്യമായ ഒരു അകലം ഈ നേതാക്കളിൽ നിന്ന് പാലിക്കുക, വൃത്തിയായി ഒരു തിരക്കുമുണ്ടാക്കാതെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മൈക്കുകൾ ഒരു സ്റ്റാൻഡിൽ ക്രമീകരിക്കുക, ദൂരെ നിന്ന് കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുക, വാർത്തകൾ എടുക്കുക. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ഈ കോഴിക്കോട്ട് എത്തിയപ്പോൾ അദ്ദേഹം ഇത്തരത്തിലാണ്. നമുക്കറിയാം ഒരു നിശ്ചിത അടുപ്പത്തിലേക്ക് പോലും ആളുകളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ മൈക്കുകളൊക്കെ തൊട്ടടുത്ത് കയറി പിടിക്കുന്നൊക്കെ ഒരു അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനൊക്കെ വളരെ കാര്യമായി തന്നെ ഇഷ്ടപ്പെട്ട ആ സംവിധാനത്തെക്കുറിച്ച് ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാണ് മടങ്ങുകയും ചെയ്തത്. എല്ലാ സ്ഥലത്തും ഇത്തരം വേണമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് മടങ്ങുകയും ചെയ്തത്. ഇത്തരത്തിലൊരു നിലവാരമാണ് ഇതെല്ലായിടത്തും നടപ്പാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ ഇത് മാധ്യമങ്ങൾക്ക് നാണക്കേടാകും. കാരണം മാധ്യമ പ്രവർത്തകരെന്ന വ്യാജേനയാണ് ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ സാധാരണ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മോശം പ്രയോഗത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ടൈറ്റിലുകൾ, അശ്ലീല കണ്ടന്റുള്ള ടൈറ്റിലുകൾ ഉൾപ്പെടുത്തി വീഡിയോകൾ വൈറലാക്കുന്നത്. എന്തായാലും ഫാത്തിമ തെഹ്ലിയ ഈ പ്രവണതയ്ക്കെതിരെ, ഈ പാപ്പരാസി രീതിക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.